നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേപ്പർ 3 2016 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. So let's start. First question, given the following total cost and demand functions of a firm, find the price at which profits would be maximized. C is equal to 5Q square plus 20Q plus 10. P is equal to 100 minus 3Q. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഇന്നലെ കണ്ടുപിടിച്ച അതേ അപ്രോച്ച് അല്ലെങ്കിൽ അതേ ഫോർമുല തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. MR is equal to MC. ഇതാണ് നമ്മുടെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഒറിജിനേഷൻ ഏരിയ എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ കോസ്റ്റിൻ്റെത് എടുത്തു. സോ കോസ്റ്റ് എന്ന് പറയുമ്പോൾ C is equal to 5Q square plus 20Q plus 10 ആണ് വന്നത്. കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ആണ്. സോ ടോട്ടൽ കോസ്റ്റ് is equal to 5Q square plus 20Q plus 10 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുമ്പോൾ MR equals MC പോയിന്റ് ആണ് അവിടെ നമ്മൾ പോസ്റ്റുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അവിടെ നമ്മൾ ചെയ്യുന്ന ഫിഗർ അല്ലെങ്കിൽ അവിടെ വരുന്ന ഫാക്ടർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മാർജിനൽ കോസ്റ്റ് കാണുന്നു. സോ ഇവിടെ നമ്മൾ പോസ്റ്റുലേറ്റ് ചെയ്യുന്ന സമയത്ത് 5D by DQ of Q square plus 20D by DQ of Q plus 10 ഇങ്ങനെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇനി നമുക്കറിയാം D by DQ of Q square എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു X സ്ക്വയറിന്റെ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് 2X ആണ്. അപ്പോൾ Q സ്ക്വയറിന്റെ ഡിഫറൻസിയേഷൻ 2Q ആണ്. സോ 5 into Q square 2Q plus 20 into Xന്റെ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് 1 ആണ്. സോ Qയുടെ ഡിഫറൻസിയേഷനും 1 ആയിരിക്കും. 1 പ്ലസ് കോൺസ്റ്റന്റിന്റെ ഡിഫറൻസിയേഷൻ 0 ആണ്. ലെറ്റ് ഇറ്റ് ബി എനി വാല്യൂ. എക്സ് കൂടെ ഇല്ലാത്ത എല്ലാ നമ്പേഴ്സിനെയും നമ്മൾ കോൺസ്റ്റന്റ്സ് എന്നാണ് വിളിക്കുന്നത്. സോ ഇവിടെ 0. സോ 5 into 2 10 10Q plus 20. നമുക്ക് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. മാർജിനൽ കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് മാർജിനൽ റവന്യൂ ആണ് കിട്ടേണ്ടത്. മാർജിനൽ റവന്യൂ നമുക്ക് കിട്ടണമെങ്കിൽ എന്താവശ്യമാണ്? ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമാണ്. ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഫൈൻഡ് ഇറ്റ് യൂസിങ് ദ ഫോർമുല P into Q. സോ ടോട്ടൽ റവന്യൂ ഈക്വൽസ് 100 minus 3Q into Q. ഇങ്ങനെയാണ് നമ്മൾ അവിടെ കണ്ടുപിടിക്കുക. സോ 100 into Q 100Q minus 3Q into Q 3Q square. സോ ടോട്ടൽ റവന്യൂ നമുക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞു. Now moving on to marginal revenue. 100Q പറഞ്ഞാൽ 100 into 1 minus 3Q square എന്ന് പറഞ്ഞാൽ 3 into 2Q. So marginal revenue equals 100 minus 6Q. മാർജിനൽ കോസ്റ്റും കിട്ടിക്കഴിഞ്ഞു, മാർജിനൽ റവന്യൂവും നമുക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞു. Now what you have to do is marginal revenue equals marginal cost എന്ന് പറഞ്ഞ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു. So 100 minus 6Q is equal to 10Q plus 20. സോ ഇതിനെ ഈ 20നെ ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തു. 100 minus 20 is equal to 10Q plus 6Q. സോ 80 is equal to 16Q ആണ് വരുന്നത്. Now Q എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ദാറ്റ് ഇസ് 80 by 16 ആണ്. 80 by 16 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കണ്ടുപിടിക്കുക വളരെ വളരെ ഈസി ആയിട്ടുള്ള അപ്രോച്ച് ആണ്. അപ്പം 80 by 16 16 into 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ you got it as 80. സോ Q എന്ന് പറയുന്നത് 80 ആയിട്ടും നമുക്ക് അവിടെ എന്ത് ചെയ്തു കിട്ടിക്കഴിഞ്ഞു. സോ ദാറ്റ് വിൽ ബി യുവർ ഔട്ട്പുട്ട്. ഇത് നമ്മുടെ ഔട്ട്പുട്ട് ആണ്. പക്ഷെ നമ്മളോട് പറഞ്ഞത് പ്രൈസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. പ്രൈസ് ആണ് കണ്ടുപിടിക്കാനായി പറഞ്ഞത്.
അപ്പൊ ഇതിൽ ഇട്ട് കൊടുക്കാം. സോ PS equal to 100 minus 3 into Q എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന എത്രയാണ്? 5 ആണ് കിട്ടിയിരിക്കുന്നത്. 5. So 100 minus 15 and the answer will be 85. Am I clear? Clear for all? വ്യക്തമാണോ? ഒന്നുകൂടെ പറയണോ? ഒന്നുകൂടെ പറയണോ? ശരി, പറയാം. നമ്മുടെ ഇവിടെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അവിടെ MR is equal to MC ആണ് നമ്മുടെ ഫോർമുല. അപ്പൊ C എന്ന് പറഞ്ഞാൽ നമുക്ക് ടോട്ടൽ കോസ്റ്റ് ആണ് തന്നിരിക്കുന്നത്. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 5Q സ്ക്വയർ പ്ലസ് 20Q പ്ലസ് 10 ആണ്. നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്യുക. ടോട്ടൽ കോസ്റ്റിനെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് ലഭിക്കുന്നത്. സോ ഇവിടെ 5 into നമുക്കറിയാം എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2x ആണ് അതിന്റെ ഡിഫറൻസിയേഷൻ. ഓട്ടോമാറ്റിക്കലി Q സ്ക്വയർ എന്ന് പറയുമ്പോൾ അതിന്റെ ഡിഫറൻസിയേഷൻ 2Q ആയിരിക്കും. ഇൻറ്റു 2Q പ്ലസ് 20 ഇൻറ്റു എക്സിന്റെ ഡിഫറൻസിയേഷൻ 1 ആണ്. സോ ക്യൂന്റെ ഡിഫറൻസിയേഷന്റെ വാല്യൂവും 1 ആയിരിക്കും. പ്ലസ് കോൺസ്റ്റന്റിന്റെ വാല്യൂ 0. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എക്സ് പദം ചേരാത്തതിനെയാണ് കോൺസ്റ്റന്റ് ആയി വിളിക്കുന്നത്. So 10 ഇവിടെ 0. So it will be 5 into 2, 10Q plus 20 ആണ് വരുന്നത്. മാർജിനൽ കോസ്റ്റ് നമുക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ടോട്ടൽ റവന്യൂ കാണണം. ടോട്ടൽ റവന്യൂ കാണാനുള്ള ഫോർമുല P into Q ആണ്. ടോട്ടൽ റവന്യൂ P എന്ന് പറഞ്ഞാൽ 100 minus 3Q into Q. So you will get 100 into Q, 100Q minus 3Q into Q, 3Q square. മാർജിനൽ റവന്യൂ കാണുക. 100 ഇൻറ്റു Q എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എക്സ് എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഇവിടെ Q എന്ന് പറഞ്ഞാലും 1 ആണ്. മൈനസ് 3 ഇൻറ്റു Q സ്ക്വയർ 2Q. സോ 2Q. 100 മൈനസ് 6Q. ഇതാണ് നമ്മുടെ മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത്. നൗ നമ്മൾ ചെയ്യുന്നത് മാർജിനൽ റവന്യൂവിനെയും മാർജിനൽ കോസ്റ്റിനെയും ഇക്വേറ്റ് ചെയ്യുന്നു. സോ 10Q plus 20 is equal to 100 minus 6Q. ഇങ്ങനെ നമ്മൾ രേഖപ്പെടുത്തി. ഇനി നമ്മൾ എന്ത് ചെയ്യാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്തു. സോ 10Q plus 6Q is equal to ഇതിനെ ഇങ്ങോട്ടേക്ക് എടുത്തു 100 minus 20. സോ 16Q is equal to 80. Q എന്ന് പറഞ്ഞാൽ 80 by 16 വെട്ടി ചെറുതാക്കിയാൽ 5 എന്ന ഉത്തരം ലഭിക്കും. പ്രൈസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പ്രൈസ് തന്നിരിക്കുന്നു 100 മൈനസ് 3 ഇൻറ്റു 5. 100 മൈനസ് 15 ഉത്തരം 85. വ്യക്തം? ഓക്കെ ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ മാമേ, നോ ഇഷ്യൂ. ബാക്കി എല്ലാവർക്കും ക്ലിയർ ആണോ? എല്ലാരും റെസ്പോണ്ട് ചെയ്യുക. ക്ലിയർ ആണോ ഫ്രണ്ട്സ്? ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In a two variable regression, y is dependent variable and x is independent variable. If the correlation coefficient between x and y is 0.7, then which one of the following result is correct? Option A, 7% variation in y are explained by x. Option B, 70% variation in y are explained by x. Option C, 49% variation in y are explained by x. Option D, 0.7% variation in y are explained by x.
ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട എന്താ വെച്ചാൽ ദിസ് ഇസ് വെരി സിമ്പിൾ. ഇവിടെ 0.7 അല്ലേ, 0.7ന്റെ സ്ക്വയർ കാണുക. ദാറ്റ് മീൻസ് 0.7 into 0.7 which will give you the answer 0.49. ഇനി ഇതിനെ പെർസെന്റേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക into 100. 4900 രണ്ട് സ്ഥാനം കഴിഞ്ഞ് ഡോട്ട് ഇടുക and write it as 49%. Option C is your right answer. Am I clear? അവിടെ എല്ലാവർക്കും okay. Now let's move on to the next question. In a regression with 3 independent variables and 20 observations, F value calculated is to be tested. What will be the degree of freedom for numerator and denominator in testing procedure? So ഈ question is in a regression function. നമുക്ക് regression function തന്നിട്ടുണ്ട്. അതിൽ 3 independent variables ഉണ്ട്, 20 observations ഉണ്ട്. നമുക്ക് F value compute ചെയ്യാണ് വേണ്ടത്. അതിൽ degree of freedom for numerator and denominator എത്രയാണെന്നാണ് നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. And this is an econometric question. Okay. എല്ലാവരും ആൻസർ പറയാ. Degree of freedom of numerator. Yes, Srikala ma'am, doubt ഉണ്ടോ? Degree of freedom for numerator എന്ന് പറയുന്നത് it is equal to number of independent variables ആണ്. നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ചോദ്യത്തില് ഡിഗ്രി ഓഫ് ഫ്രീഡം ഓഫ് ന്യൂമറേറ്റർ എങ്ങനെയാ കാണാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. എത്ര ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ട്? 3 ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. നൗ യു ഹാവ് ടു ഫൈൻഡ് ഡിഗ്രി ഓഫ് ഫ്രീഡം ഓഫ് എ ഡിനോമിനേറ്റർ ആണ്. ഇറ്റ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഒബ്സർവേഷൻ minus independent variable minus 1 ആണ്. Number of observation minus independent variable minus 1 ആണ്. Number of observations വന്ന 20 ആണ്. Minus independent variable 3 എണ്ണാണ് minus 1. So 17 minus 1 and the answer will be 60. So the answer is 3 and 60. Degree of freedom of numerator കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഒന്നുമില്ല, എത്ര നമുക്ക് തന്നിരിക്കുന്ന റിഗ്രഷനില് എത്ര ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഉണ്ടോ അത് തന്നെയായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഡിഗ്രി ഓഫ് ഫ്രീഡം ഓഫ് ഡിനോമിനേറ്റർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല number of observations minus independent variable minus 1 ആണ്. So is it clear? Am I clear? Clear for all? വ്യക്തമാണോ? Okay.